അസ്സലാമു അലൈക്കും. സംഗമം കൾച്ചറൽ ഫോറം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുടെ സാംസ്കാരിക പഠന പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ് നാം ഏവരും ഒരുമിച്ചിട്ടുള്ളത്. ഓരോ മാസവും വ്യത്യസ്ത രീതിയിലുള്ള വിജ്ഞാന പ്രഭാഷണമാണ് നടത്തിവരുന്നത്. ഈ മാസം നടക്കുന്നത് ഖുർആനിലെ സ്ത്രീ സങ്കല്പം എന്ന വിഷയമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഇവിടെ നന്മ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, വൈസ് പ്രസിഡന്റ് അഷ്ഫാഖ് സാഹിബ്, സെക്രട്ടറി റഹീം സാഹിബ് അവർക്ക് എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഷാക്കിറ സാഹിബ അവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഹല സുഹാന കൾച്ചറൽ ഫോറം മേഖല കൺവീനർ അവരെയും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന റൂബി സെനു സംഗമം പഠനവേദി മേഖല കോർഡിനേറ്റർ അവരെയും ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിൻ്റെ പേരിലും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കോർ ടീം അംഗങ്ങൾ, അയൽക്കൂട്ടംഗങ്ങൾ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സഹല സുഹാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സംഗമം കൾച്ചറൽ ഫോറം എല്ലാ ശനിയാഴ്ചകളിലും രണ്ടാമത്തെ ശനിയാഴ്ചയും നടത്തി വരുന്ന സാറ്റർഡേ ഇൻസൈറ്റ്സ് ഓരോ വിഷയങ്ങളുമായി മുന്നേക്ക് പോവുകയാണ്. അൽഹംദുലില്ലാഹ് ഏറ്റവും ഉപകാരപ്രദമായി കൊണ്ടിരിക്കുന്ന സെഷനുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഖുർആനിലെ സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ വനിതാ വിഭാഗം ജില്ലാ സമിതി അംഗം ഷാക്കിറ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നല്ലൊരു പ്രാസംഗിക അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നല്ല അറിവുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് ഷാക്കിറ. ഓക്കെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖുർആനിലെ സ്ത്രീ സങ്കല്പം എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെങ്കിലും അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ, അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചുരുക്കി എന്താ പറയാ, ആറ്റിക്കുറുക്കിയെടുത്ത് പറയേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓൺലൈനിലായതുകൊണ്ട് തന്നെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ പരമാവധി ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാലും നമ്മളൊന്ന് ഒരു ഓർമ്മപ്പെടുത്തല്. ഓക്കെ. അപ്പോ ആദ്യമായി നമുക്ക് ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ച്, സ്ത്രീ സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് നമുക്ക് മറ്റ് സംസ്കാരങ്ങളിലുള്ള സ്ത്രീകളെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വിശകലനം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇസ്ലാമിൽ എത്രത്തോളം സ്ത്രീക്ക് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാം. അപ്പൊ മറ്റ് സംസ്കാരങ്ങളിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് സംസ്കാരങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടല്ലോ, കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഇപ്പൊ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ അത് നമുക്കൊരു കുറച്ച് സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പഠിക്കേണ്ടതാണ് മറ്റ് സംസ്കാരങ്ങളിലുള്ള സ്ത്രീകളുടെ അവരുടെ സവിശേഷത എന്തൊക്കെയായിരുന്നു,
അവരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അവർക്കുള്ള അവകാശങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഒന്ന് പിന്നെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ മറ്റ് സംസ്കാരങ്ങളിലുള്ള സ്ത്രീയെക്കുറിച്ച് പഠിക്കണം എന്ന ഒരു ഉണർത്തലിലൂടെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇപ്പം നിലനിൽക്കുന്ന ഒരുപാട് സംസ്കാരങ്ങളുണ്ട് അല്ലെ, മറ്റ് മതങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അല്ലെ, മറ്റു മതങ്ങളിലുള്ള അതായത് പിന്നെ അവരുടെ സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും നമ്മൾ അതും കൂടി ഒന്നുകൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ, നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ തന്നെ സ്ത്രീയെക്കുറിച്ച് നമുക്ക് രണ്ട് സങ്കല്പങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം അല്ലെ. രണ്ട് സങ്കല്പങ്ങളാണ് സ്ത്രീകളെ കുറിച്ച് ഉള്ളത്. അപ്പൊ അതിൽ ഒന്നെന്താണ്, സ്ത്രീകൾ എന്ത് ചെയ്യും, മാനുഷികമായിട്ട് ഒരു പരിഗണനയും നൽകാതെ അവൾ എന്ത് ചെയ്യും, അടിച്ചമർത്തുക, ആക്രമിക്കുക, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുക, ഇങ്ങനെയുള്ള ഒരു സമീപനാണ് ഒരു കൂട്ടര് പിന്നെ വെച്ച് പുലർത്തുന്നത്. അത് നമുക്ക് നിലവിൽ തന്നെ കാണാൻ പറ്റും. ചില പിന്നെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലോ ഒക്കെ ഇന്നും സ്ത്രീകൾ അക്രമങ്ങളും അനീതിയും പിന്നെ നേരിടുന്നതായിട്ട് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പരിഗണനയും നൽകാതെ അവരെന്ത് ചെയ്യും, അടിച്ചമർത്തുന്ന രീതിയിലായിരിക്കും അവരൊരു അടിമയെ പോലെ ജീവിക്കുക. അങ്ങനെയുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താണ്? രണ്ടാമത്തെ കാഴ്ചപ്പാടില് സ്ത്രീയുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ മറവിൽ, അതായത് സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം ഇല്ല, സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവളാണ് എന്ന ഒരു ഇതുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്, അതിൽ നിന്ന് വന്ന ചിന്ത. അപ്പൊ സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മറവിൽ എന്ത് ചെയ്യും, അതിരുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് നൽകുക. അപ്പൊ അതിരുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്ത് ചെയ്യും, അത് സ്ത്രീ പുരുഷ വ്യക്തിത്വങ്ങൾക്ക് നേരെ തീർത്തും കണ്ണടച്ചുകൊണ്ട്, അതായത് സ്ത്രീയും പുരുഷനും വേറെ വേറെയാണല്ലോ അല്ലെ, പ്രകൃതിപരമായിട്ട് തന്നെ വ്യത്യസ്തരാണ്. അപ്പൊ അവർക്ക് അതൊക്കെ തീർത്തും കണ്ണടച്ചുകൊണ്ട് സമത്വത്തിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ സമത്വം, അതായത് തുല്യമായിട്ട് ഉണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോ അത് എന്താണ്, അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുക, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുക, അങ്ങനെ സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുക. ഈ രണ്ട് സങ്കല്പങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒന്നെന്താണ് അടിച്ചമർത്തപ്പെടുന്ന ഒരു സംസ്കാരം, മറ്റേതോ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം. ഈ രണ്ട് വിധത്തിലാണ് നമ്മൾ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകളുടെ ജീവിത രീതി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ബോധ്യപ്പെടാം. അതിപ്പോ പൊതുവെ സ്ത്രീ പുരുഷ സമത്വം എന്ന രീതിയിൽ വാദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പിന്നെ ചർച്ച ചെയ്യണം. അതായത് പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് ഓരോ മനുഷ്യരാണ് അല്ലെ. പുരുഷൻ ഒരു മനുഷ്യനാണ്, അതുപോലെ തന്നെ സ്ത്രീ ഒരു മനുഷ്യനാണ്. അപ്പോ അവർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് വ്യത്യസ്ത പ്രകൃതം ഉള്ളവരാണ് അല്ലെ. ശാരീരികമായിട്ട് തന്നെ അവർ പല വ്യത്യാസങ്ങളും ഉണ്ട് അവർക്ക്. സ്ത്രീക്കും പുരുഷനും ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് മാനസികമായിട്ടും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ട് വ്യത്യസ്ത പ്രകൃതത്തിലുള്ള രണ്ട് മനുഷ്യരെ ഒരേപോലെ ഒരേപോലെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തക്ക് നിരക്കാത്ത കാര്യമാണ് അല്ലെ. രണ്ടാൾക്ക് ഒരേപോലെ എല്ലാ കാര്യങ്ങളും വകവെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് നീതിയുക്തമല്ല. അപ്പൊ നമ്മൾ പിന്നെ അതിന് വാദിക്കുക എന്ന് പറയുന്നത് തീരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇനി ഖുർആനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഏത് സങ്കല്പമാണുള്ളത്? ഇതിന് രണ്ടിനും മധ്യേ ഉള്ള, അതായത് സ്ത്രീയുടെ പ്രകൃതി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം അവളുടെ അവകാശങ്ങളും ബാധ്യതകളും നിർണയിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും മധ്യേ ഉള്ള ഒരു സമീപനം,
അതായത് രണ്ടിനും മധ്യയുള്ള ഒരു സന്തുലിതമായിട്ടുള്ള സമീപനമാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ഇല്ല, അതുപോലെ തന്നെ മറ്റേത് അടിച്ചമർത്തപ്പെടേണ്ടവളുമല്ല. ഇപ്പൊ രണ്ടിനും മധ്യയുള്ള ഒരു സമീപനമാണ് എന്താക്കുന്നത് ഇസ്ലാം നമുക്ക് നൽകുന്നത്. അപ്പോ പിന്നെ അത് എങ്ങനെയാണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയുടെ പ്രകൃതി പരിഗണിച്ചു കൊണ്ടുള്ള ഒരു പിന്നെ അവകാശവും ബാധ്യതകളും ഒക്കെയാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, സ്ത്രീക്ക് വകവെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളിപ്പോ സ്ത്രീയും പുരുഷനും നമ്മൾ ഈ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ രണ്ടാളും വ്യത്യസ്ത പ്രകൃതരാണ്. അപ്പോ രണ്ടാൾക്കും ഒരേപോലെ ജീവിക്കുക അസാധ്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എങ്ങനെയാണ്? ദൈവത്തിന്റെ അടുക്കൽ സ്ത്രീയും പുരുഷൻ എന്താണ്? തുല്യരാണ്. അങ്ങനെയാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശരീരപ്രകൃതിയൊക്കെ വ്യത്യസ്തമാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ പിന്നെന്താണ്, സ്ത്രീയെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീയെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആദരിച്ചിട്ടുണ്ട്. അപ്പോ അതിന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, എന്ത്? സൽക്കർമ്മം അനുഷ്ഠിക്കുന്നതാരോ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അങ്ങനെയുള്ളവരാകുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, യാതൊരാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ആചരിക്കുന്നുവോ ഈ ലോകത്ത് തന്നെ നാം വിശുദ്ധമായ രീതിയിൽ അവരെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുകയും ചെയ്യും. അപ്പോ പുരുഷനായാലും സ്ത്രീ ആയാലും അവരോട് ദൈവം നീതിപൂർവമായിരിക്കും പെരുമാറുക. അവർക്ക് അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും എന്നാണ് ആദ്യമായി ദൈവം നമ്മോട് ഉണർത്തുന്നത്. അപ്പൊ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം പുരുഷനായാലും സ്ത്രീ ആയാലും അവരോട് എന്ത് ചെയ്യും? നീതിപൂർവമായിരിക്കും പെരുമാറുക എന്നതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് ദൈവം ഒരിക്കലും നമുക്ക് കഴിവില്ലാത്തത് നിർബന്ധിപ്പിക്കുന്നില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും കഴിവുള്ള കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നീതിപൂർവമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? പ്രതിഫലം നൽകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് സ്ത്രീക്ക് ഖുർആനിൽ നൽകിയിട്ടുള്ള, അതായത് ഖുർആൻ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാല്, ജീവിക്കാനുള്ള അവകാശം സ്ത്രീക്ക് നൽകി എന്നുള്ളതാണ്. അത് നമുക്കറിയാലോ, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പ്രവാചകന് മുമ്പുള്ള, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? സ്ത്രീക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ്? അവര് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അത് പെണ്ണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പിറന്നു കഴിഞ്ഞ് അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാ? അവർക്ക് അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവരുടെ മുഖം വിവരണമാകും അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്യും? ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളായിരുന്നു ആ കാലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അല്ലെ. അവരിൽ ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചതായി സന്തോഷവാർത്ത ലഭിച്ചാൽ കഠിന ദുഃഖം കടിച്ചിറക്കിക്കൊണ്ട് അവന്റെ മുഖം കറുത്തു പോകുന്നു. അതായത് പെൺകുട്ടിയാണ് ജനിക്കുന്നതെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് എന്താണ്? അത് സന്തോഷ വാർത്തയാണ്. അത് പക്ഷെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ മുഖം കറുത്തു പോകുന്നു. അവൻ ജനത്തിൽ നിന്ന് ഒളിച്ചു നടക്കുന്നു. പിന്നെ അവർക്ക് നാണക്കേടാ. ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാണക്കേടാണ്. ഈ ചീത്ത വാർത്ത ലഭിച്ചതിനു ശേഷം ആരെയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപമാനിതനായിക്കൊണ്ട് പുത്രിയെ വളർത്തണമോ അതല്ല അവളെ മണ്ണിൽ കുഴിച്ചു മൂടിയാലോ എന്ന് പോലും അവരെന്ത് ചെയ്യുന്നു എന്ന് അവര് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രവാചകന് മുമ്പുള്ള കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ അവർക്ക് പെൺകുട്ടിയാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ കുഴിച്ചു മൂടും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്തിറങ്ങാതെ ഒളിച്ച്, അതായത് ജനങ്ങളിൽ നിന്ന് നാണക്കേട് കൊണ്ട് ഒളിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക്, അതായത് ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന് ആദ്യമായിട്ട്, അതായത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, അതായത് സ്ത്രീകൾക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. അതായത് ഒരിക്കലും അത് കുട്ടിയെ കുഴിച്ചു മൂടാൻ പാടില്ല എന്നൊക്കെയുള്ള ആയത്തുകള് പിന്നീട് ഇറങ്ങുകയാണ് അല്ലെ. ഇസ്ലാം പെൺകുട്ടിക്ക് അങ്ങനെ ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്.
അതിൽ അതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത്, സ്വസന്തതികളെ ദാരിദ്ര്യം ഭയന്ന് വധിക്കരുത്, അവർക്ക് അന്നം നൽകുന്നത് നാമാകുന്നു, നിങ്ങൾക്കും അവരെ വധിച്ചു കളയുക തീർച്ചയായും അവരെ നിങ്ങൾ വധിക്കുക എന്നത് തീർച്ചയായും മഹാപാപമാകുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഖുറാനിൽ. അതുപോലെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് അവൾ എന്തു കുറ്റത്തിന് വധിക്കപ്പെട്ടു എന്ന് ചോദിക്കപ്പെടുമ്പോൾ എന്നുള്ള ആയത്തുണ്ട്. അപ്പോ ഇതിലൂടെ എന്താണ് ഖുർആൻ പ്രസ്താവിക്കുന്നത്? ഒരിക്കലും സ്ത്രീകളെ വധിച്ച് കുഴിച്ചു മൂടാനോ അവരെ കൊല ചെയ്യാനോ പാടില്ല. പകരം എന്ത് ചെയ്യണം? അവരെ ജീവിക്കാൻ അനുവദിക്കണം. അങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പിന്നെ കൊന്നുകളയുന്നത് പിന്നെ കഠിനമായ ശിക്ഷക്ക് പാത്രമാകുന്ന ഒരു കാര്യമായി തീരുമെന്ന് ഖുർആൻ പറയാണ്. അപ്പോ ഖുർആൻ എന്ത് നൽകി? അള്ളാഹു എന്താണ് നൽകുന്നത്? സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകളോട് അള്ളാഹു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം നൽകി എന്നുള്ളതാണ്. അപ്പോ അതാണ് നമ്മൾ പിന്നെ പ്രവാചകന്റെ മുമ്പുള്ള കാലഘട്ടം, അതിനാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയും. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം ആ കാലത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ സ്ത്രീകളോട് അവർ വെച്ച് പുലർത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടുടനെയാണ് പ്രവാചകൻ എന്താകുന്നത്? മുഹമ്മദ് നബി പ്രവാചകനായി വരുന്നത്. അപ്പോ സ്ത്രീക്ക് പിന്നെ കൊടുക്കും, അതായത് അത് പഠിച്ചിട്ട് നമ്മൾ ഇത് പഠിക്കുമ്പോഴാണ്, ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് എന്താണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഒന്ന്, ജീവിക്കാനുള്ള അവകാശം നൽകി എന്നുള്ളതാണ്. അതാണ് സ്ത്രീക്ക് നൽകിയ ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കറിയാം, പിന്നെ ഖുർആൻ സ്ത്രീയെ പിന്നെ ഭാര്യ ഭർത്താവ് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് പരിചയപ്പെടുത്തുന്നത്? ഇണ എന്നാണ് പരിചയപ്പെടുത്തുന്നത്, അല്ലെ? പിന്നെ നമ്മൾ സാധാരണ ഭാര്യ ഭർത്താവ് എന്ന പദമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഖുർആനിൽ ഒരിക്കലും ഭാര്യ ഭർത്താവ് എന്ന പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? സൗജത്ത് എന്നുള്ള പദാണ് ഖുർആനില് പിന്നെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക, അല്ലെ? അപ്പോ പിന്നെ സൗജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇണയും തുണയുമായി ജീവിക്കണം എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പൊ എന്തില്ല, ഭാര്യ എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടുന്നവൻ എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം പറയാം. അപ്പോ അതില്ലാതെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇണ എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ എന്താണ്? സ്ത്രീക്കും പുരുഷനും എന്താണ് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ്, അങ്ങനെ ഒരു പ്രാധാന്യമാണ് പിന്നെ ഖുർആൻ കൊടുത്തിട്ടുള്ളത്. അതായത് അവൻ നിങ്ങൾക്ക് സ്വജാതിയിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നതും അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ശാന്തി നുകരാൻ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. അപ്പൊ ഇവിടെ ഉപയോഗിച്ച പദം എന്താണ്? ഇണ എന്ന പദമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് പിന്നെ ഒരു ഭാര്യക്ക് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്ന്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം തന്നു. രണ്ടാമത്തത്, അടിച്ചമർത്തി, അതായത് ഭരിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ, അപ്പൊ എന്താണ്? ഇണയാണ്. സ്ത്രീയും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരുപോലെ തുല്യരായി ജീവിക്കേണ്ടവരാണ് എന്നുള്ളൊരു പിന്നെ ഇണയായിക്കൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആശയമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുരുഷന്റെ കൂടപ്പിറപ്പാണ് സ്ത്രീ എന്ന് പറയുന്നത്. പല സങ്കല്പത്തിലും കൂടപ്പിറപ്പായിട്ടല്ല നമ്മൾ കാണുക. അപ്പോ പിന്നെ പുരുഷന്റെ കൂടപ്പിറപ്പായിട്ടാണ് സ്ത്രീയെ പിന്നെ കാണുന്നത്. അതായത് ഒരായത്തിൽ പറയുന്നുണ്ട്, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിക്കുകയും അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവ രണ്ടിൽ നിന്നുമായി പെരുത്ത സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തുകയും ചെയ്തവനത്തെ അവൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുരുഷനും സ്ത്രീ എന്താണ്? കൂടപ്പിറപ്പാണ്. അപ്പോ അതും സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് അതിലൂടെയും നമുക്ക് എന്താക്കാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് അനന്തരാവകാശമാണ്, അല്ലെ? പൊതുവെ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാം സ്ത്രീയോട് അനീതിയാണ് കാണിക്കുന്നത്. അനന്തരാവകാശ നിയമത്തിൽ സ്ത്രീകളോട് അനീതി കാണിച്ചു എന്നാണ് പൊതുവേ പറയാറുള്ളത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക, ഇസ്ലാമാണ് സ്ത്രീക്ക്
ഏറ്റവും നല്ല അവകാശം, അനന്തരാവകാശം നൽകിയിട്ടുള്ളത് എന്ന് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പുള്ള സംസ്കാരത്തെ കുറിച്ച് പഠിക്കണം. അപ്പൊ ആ കാലത്ത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? സ്ത്രീക്ക് അനന്തരാവകാശം എന്ന് പറയാൻ പോയിട്ട് ഒരു ചെറിയ അവകാശം പോലും, ഒരു സ്വത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എന്തുണ്ടായിരുന്നില്ല, ഇല്ലാത്തൊരവസ്ഥ. അതായത് ഒന്നുമില്ല, അവർ അടിച്ചമർത്തപ്പെടേണ്ടവളായി കാണുന്ന ഒരു സമൂഹമാണ് ഉണ്ടായത്. അപ്പൊ അനന്തരാവകാശം എന്ന് പറയുന്നത് അവൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ സ്ത്രീക്ക് എന്ത് ചെയ്തു? പ്രത്യേകമായിട്ട് ഖുർആനില് സൂറത്തു നിസാ എന്ന് പറയുന്ന എന്താണ് അർത്ഥം? സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ ഇറങ്ങി. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ വിവരിക്കുന്ന ആയത്തുകൾ ഏതൊക്കെയാണ്? ഈ അനന്തരാവകാശ നിയമത്തെ കുറിച്ചാണ്. അപ്പോ സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടും അനന്തരാവകാശം കൊടുക്കണം എന്ന ഒരു പിന്നെ പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോ അതാണ് ഏറ്റവും വലിയ സ്ത്രീയോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. അപ്പൊ അത് നീതിപൂർവമായിട്ടാണ് പിന്നെ ഈ അനന്തരാവകാശ നിയമം ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അനന്തരാവകാശ നിയമം പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് എത്രത്തോളം ഈ അനന്തരാവകാശ നിയമത്തിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പൊതുവേ സാധാരണ നമ്മൾ പറയാറുള്ളത് സ്ത്രീക്ക് പുരുഷന്റെ പകുതി എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാറ്. പക്ഷെ അത് അനന്തരാവകാശ നിയമം പഠിക്കുമ്പോഴാണ് ഇത് പകുതി മാത്രമല്ല, ചിലപ്പോ പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസ്ഥകളുണ്ട്. അതായത് പിന്നെ അല്ലെ, പുരുഷന്റെ ഇരട്ടി കിട്ടുന്നതുണ്ട്. അങ്ങനെയുള്ള പിന്നെ സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും സ്ത്രീക്ക് എന്തല്ല, അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് പകുതിയല്ല, പുരുഷന്റെ പകുതി എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പൊ മാതാവാകുമ്പോൾ, ഭാര്യയാകുമ്പോൾ വേറെയാണ്, മകളാകുമ്പോൾ വേറെയാണ്. അപ്പൊ അനന്തര സ്വത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ സ്ത്രീയുടെ ഒരു മാതൃക എന്ന് പറയുന്നത് നമുക്ക് മുഴുവൻ വിശ്വാസികൾക്കുമുള്ള മാതൃകയായിട്ട് 2 സ്ത്രീകളെയാണ് എന്ത് ചെയ്തത്? ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രാധാന്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോ മൊത്തം വിശ്വാസികൾക്കുള്ള പിന്നെ മാതൃകയായിട്ട് 2 സ്ത്രീകളെയാണ് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? പുരുഷനെ പറയാം അല്ലെ, ഏതെങ്കിലും ഒരു നല്ല പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവരെ 2 മാതൃകയാക്കിയിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന് ഖുർആന് പറയാം. പക്ഷെ ഖുർആൻ ചെയ്തത് അതല്ല. 2 സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് മുഴുവൻ പിന്നെ വിശ്വാസികൾക്കുള്ള ഒരു മാതൃകയായി ഇവർ അവതരിപ്പിക്കുന്നത്. അത് നോക്കിയാൽ അതിൽ ഏതൊക്കെ സ്ത്രീയാണ്? ആസിയ ബീവിയെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പം പിന്നെ അതായത് ഖുർആൻ പറയുന്നത് എന്താണ്? വിശ്വാസികൾക്ക് അള്ളാഹു ഫറോവന്റെ പത്നിയെ, അതായത് ഫറോവന്റെ പത്നിയാണ് ആസിയ ബീവി, ഫറോവന്റെ പത്നിയെ ഉദാഹരണമായി ഉന്നയിക്കുന്നു. അതായത് നമുക്ക് മാതൃകയായിട്ട് ഫറോവന്റെ പത്നിയെയാണ്. അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല മാതൃക, അവര് പുരുഷനും കൂടി മാതൃകയാണ്. എന്താണ്? ഫറോവന്റെ പത്നി പ്രാർത്ഥിച്ചു, നാഥാ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഗേഹം നൽകണമേ, ഫറോവനിൽ നിന്നും അയാളുടെ കർമ്മത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ, ധിക്കാരികളായ ജനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാണ് ഫറോവന്റെ പത്നിയെ കുറിച്ച് പറയുന്നത്. അതായത് അവരുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോ അതിലൂടെ ആസിയ ബീവിയുടെ മാതൃക നമ്മളും ജീവിതത്തിൽ പുലർത്തണമെന്ന് പറയാണ്. രണ്ടാമത്തത് ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരിക്കുന്നുണ്ട്. അതായത് മറിയം ബീവിയെ കുറിച്ചും ഉദാഹരിക്കുന്നു. അവൾ തന്റെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. പിന്നെ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. അവൾ തന്റെ റബ്ബിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി. അവൾ വണക്കമുള്ള ജനത്തിൽ പെട്ടവളാകുന്നു. അപ്പൊ ഈ 2 മാതൃക, അതായത് 2 സ്ത്രീകളെയാണ് മുഴുവൻ വിശ്വാസികൾക്കുമുള്ള മാതൃകയായിട്ട് അവതരിപ്പിക്കാൻ. അപ്പൊ അതിലൂടെയും നമുക്ക് എന്താക്കാൻ പറ്റും? സ്ത്രീയോടുള്ള ഖുർആന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ്? മാതാവ് എന്ന നിലയിൽ ആദരിച്ചത് അല്ലെ, പിതാവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മാതാവിന് നൽകുക എന്നുള്ളത് അത് നമുക്കറിയാം അല്ലെ. പിന്നെ ഒരു ഗർഭം ചുമന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. അപ്പോൾ ആ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരിക്കലും ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകനോട് ഒരു അനുചരൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത മാതാവിനോടാണോ പിതാവിനോടാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ 3 പ്രാവശ്യവും ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മാതാവിനോടാണ് നിനക്ക് കൂടുതൽ
ബാധ്യത. അതായത് അത്രയും പിന്നെ മാതാവെന്ന നിലയിൽ അത്രയും വലിയ ആദരവാണ് സ്ത്രീക്ക് അള്ളാഹു നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹമോചനം. വിവാഹമോചനം എന്ന് പറയുന്നത് അത് ഭാര്യക്കും കൂടിയുള്ള അവകാശം. സാധാരണ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, അത് ഭർത്താവ് മൊഴി ചൊല്ലുക, അതാണ് സമൂഹത്തിൽ പൊതുവെ അങ്ങനെ പറയാറുള്ളത്. പക്ഷെ അതേസമയം ഒരു ഭാര്യക്ക് പിന്നെ ഭർത്താവിനിൽ നിന്ന് എന്തെങ്കിലും മോശമായി തീരെ പിന്നെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, ഭാര്യക്ക് എന്ത് ചെയ്യാം, വിവാഹമോചനം തേടാം, അല്ലെ? ഇതും സ്ത്രീക്ക് നൽകുന്ന ഒരു വലിയ, അതായത് ആ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരിക്കലും വിവാഹമോചനം തേടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. വിവാഹമോചനം എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് സ്ത്രീക്ക് ഏറ്റവും നല്ലൊരു സ്വാതന്ത്ര്യം, അതായത് ഏറ്റവും നല്ല നീതിയാണ് അതിലൂടെ നടപ്പാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് പിന്നെ വിദ്യാഭ്യാസം നേടുന്നതിന്, ജോലി പിന്നെ എന്താ പറയാ ചെയ്യുന്നതിന്, സാമൂഹികമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, ഇതിനൊക്കെ എന്തുണ്ട്, സ്ത്രീക്ക് പിന്നെ സ്ത്രീകൾക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നേടാൻ പറ്റൂല സ്ത്രീക്ക്, അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്ന് വിപരീതമായിട്ട് എന്ത് ചെയ്യാം, സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാം, ജോലി ചെയ്യാം, സാമൂഹികമായിട്ടുള്ള മറ്റ് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മൾ ഇനിയും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ സ്ത്രീക്ക് പിന്നെ സ്വാതന്ത്ര്യം അനുവദിച്ചതായിട്ട്, സ്ത്രീയോട് നീതിപൂർവം പെരുമാറിയതായിട്ട് ഖുർആനിൽ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഈ ഓൺലൈനിലായതുകൊണ്ട് അത്രയും സമയം മാത്രമേ നമുക്കിതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ ഇതൊക്കെ നമുക്ക് ഇപ്പൊ വിദ്യാഭ്യാസം, പിന്നെ ജോലി, ഇതൊക്കെ നമ്മൾ പിന്നെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും, അല്ലെ? വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകേണ്ടി വരും, ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും, സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അതല്ലേ? അയൽക്കൂട്ടത്തിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ? അത് ഒരു വലിയ നന്മ. അതായത് പലിശരഹിത കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സമൂഹത്തിന്റെ ഒരു വലിയ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്ന് എന്താ പറയാ സാമ്പത്തികമായിട്ട് പിന്നെ നമ്മളെ എന്താ പറയാ ഞെരുക്കുന്ന ഒരു സമയമാണ്. അപ്പോ പിന്നെ പലിശയിലൂടെയും മറ്റും എന്താ പറയാ എല്ലാവരും എന്താ പറയാ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിക്കൊണ്ട് നമ്മൾ പലിശരഹിതമായിട്ട് പിന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങളും നമ്മൾ ഈ അയൽക്കൂട്ടായ്മയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ദൈവം തന്നെ പല നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അവകാശങ്ങളും ബാധ്യതകളും ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ പഠിക്കണം. അത് എന്താ പറയാ ഇപ്പം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഓൺലൈനിലൂടെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ അതിന്റെ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മളോട് ഖുർആൻ പറയുന്ന നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആൻ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ വസ്ത്രധാരണത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അത് നമുക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം സ്ത്രീ വസ്ത്രം ധരിക്കേണ്ടത്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം. അപ്പൊ ആ ഒരു വസ്ത്രധാരണത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത്, നമ്മളെ പലരും മറ്റുള്ളവര് പൊതുവെ പുറത്തുള്ളവര് ഒരു മുസ്ലിം സ്ത്രീയെ കുറിച്ച് കാണുമ്പോൾ പറയും എന്താ പറയാ നമ്മൾ ചാക്കിൽ പൊതിഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ എന്താ പറയാ വസ്ത്രധാരണത്തിൽ പോലും തീരെ സ്വാതന്ത്ര്യം ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ കാണാം. പക്ഷെ അതെന്താണ്, നമ്മളെ സുരക്ഷിതത്വം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വസ്ത്രധാരണ നിയമം അതെന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വത്തോടെ, ഇന്നത്തെ കാലം നമുക്കറിയാം, അല്ലെ? നമ്മൾ ഒരുപാട് ഇപ്പൊ കുറച്ചു മുമ്പ് തന്നെ സിനിമാ മേഖലയിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതാണ്, അല്ലെ? അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്താണ്, നമ്മളെ വസ്ത്രധാരണം തന്നെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് നമ്മൾ കൃത്യമായി ഇസ്ലാം പറയുന്ന ആ രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ കൂടുതൽ സുരക്ഷിതത്വവും നമ്മളെ സ്ഥാനം ഉയർത്തുകയുമാണ് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. നമുക്ക് ആ വസ്ത്രധാരണം നൽകുന്നതിലൂടെ നമ്മുടെ സ്ഥാനം കുറച്ചുകൂടി ഉയരത്തിലാണ് എന്നുകൂടി നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളോട് പറയുന്ന മാന്യമായ സംസാരം,
നമ്മുടെ സംസാരം എപ്പോഴും എന്തായിരിക്കണം? മാന്യമായ രീതിയിലായിരിക്കണം. നമ്മൾ അതും കൃത്യമായി പറയുന്നുണ്ട്, കൊഞ്ചിക്കുഴഞ്ഞ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും നല്ല പിന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ, പുറത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നല്ല മാന്യമായ രീതിയിൽ ആർജവത്തോടെ നമുക്ക് എന്ത് ചെയ്യണം? സംസാരിക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളും നിർദ്ദേശങ്ങളും മുസ്ലിം സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതും കൂടി പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് എന്താക്കാൻ പറ്റുക നമുക്ക്? അങ്ങനെയുള്ള നിയമങ്ങളും വിധികളും ഒക്കെ പാലിച്ച് ജീവിക്കുമ്പോഴാണ് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പൊ ഈ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു അതിർവരമ്പാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പശുവിനെയോ ആടിനെയോ നമ്മൾ പിന്നെ കെട്ടിയിടാതെ നമ്മളെ പറമ്പിൽ അയച്ചിട്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതെവിടെ പോവും? അത് പിന്നെ ആടും പിന്നെ പശുവൊക്കെ ആണെങ്കിൽ അങ്ങനെ അടുത്ത എന്റെ പറമ്പാണ് ഇത് എന്ന് അറിയില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യും? അലഞ്ഞു തിരിയാൻ തുടങ്ങും അല്ലെ. അപ്പൊ അടുത്ത പറമ്പത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും അവരെ കൃഷി എന്തെങ്കിലും പിന്നെ അവർ കൃഷി ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് പിന്നെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോ അതിനൊരു അതിർവരമ്പ് കൊടുക്കുക, അതായത് നമ്മൾ അതിനെ കെട്ടിയിടുക. അപ്പോൾ ആണ് എന്ത് ചെയ്യുക? അത് ഇവിടെ തന്നെ മെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ആ അതിർവരമ്പ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എന്താണ്? നമ്മളെ സുരക്ഷിതത്വം കൂടിയാണ്. ഇനി അതിനെ അയച്ചു വിട്ട് വേറെ അടുത്തൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട് എന്നായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ആടെന്ത് ചെയ്യും? അങ്ങേക്ക് പോയി റെയിൽവേ പിന്നെ തീവണ്ടി വന്ന് അത് ഇടിച്ചു മരിക്കാനും കാരണമാവും. അപ്പോൾ ആ ഒരു അതിർവരമ്പ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പൊ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും വിധികളും എന്ന് പറയുന്നത് അത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളെ പരാജയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളെ സന്തോഷത്തിനും നമ്മളെ സമാധാനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്, ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക നമുക്ക്? ജീവിതത്തിൽ സമാധാനവും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കാം. അപ്പൊ അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഈ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിനെക്കുറിച്ച് പഠിക്കാം. ഞാൻ 2 കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ മറ്റ് സംസ്കാരങ്ങളിലുള്ള സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. രണ്ടാമത്തത്, സ്ത്രീക്ക് ഒരു പിന്നെ മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കുള്ളത്, അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? ഇനി അതല്ല, മുസ്ലിം സ്ത്രീ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ്, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? അത് പാലിക്കുമ്പോൾ അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? അത് പാലിക്കുമ്പോൾ എന്തൊക്കെ മാറ്റമാണ് സമൂഹത്തിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുക? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതും കൂടി പഠിക്കുമ്പോഴാണ് ഇതിനൊന്ന് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കൊരു ഖുർആൻ സ്ത്രീക്ക് നൽകുന്ന ഒരു പിന്നെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അങ്ങനെ നമുക്ക് കൂടുതൽ പഠിക്കാം. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ ഈ സദസ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എല്ലാ മാസവും നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അറിവ് ആർജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മളെ പഠനവും എന്താ പറയാ, ക്ലാസ് കേൾക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ പഠിക്കാനും അങ്ങനെ മുന്നിട്ട് വരാനും സമൂഹത്തെ ശാക്തീകരിക്കാനും സമൂഹത്തിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കും അല്ലെ. അപ്പോൾ നമ്മൾ ഈ അയൽക്കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ജീവിത സാഹചര്യം ആയിരിക്കില്ല നമ്മൾ ഇന്നത്തെ സാഹചര്യം. നമ്മൾ പലതിലും മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെ. കൂടുതൽ പഠിക്കുന്നതിലൂടെ, അറിവ് നേടുന്നതിലൂടെ, ഇതിൽ പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ നമുക്ക് പല മാറ്റങ്ങളും സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇനിയും കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ഉയരേണ്ടതുണ്ട്. പിന്നെ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും, മറ്റുള്ള നമ്മളെ സമൂഹത്തിലുള്ള എല്ലാവർക്കും പിന്നെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ പഠനങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നടത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് നിങ്ങളെ അയൽക്കൂട്ടം എന്ന് പറയുന്നത്, തലശ്ശേരിയിലുള്ള ഈ അയൽക്കൂട്ടത്തിന്റെ ഈ ഒരു പിന്നെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. അറിയാം, പിന്നെ തലശ്ശേരിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ജില്ലയിലല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ, ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പിന്നെ NGO ആണ് നിങ്ങളിതെന്നും കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് മറ്റുള്ള അയൽക്കൂട്ടമൊന്നും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് വിഷയം
ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പൊ അത് എനിക്ക് ഈ വിഷയം മാത്രമേ ഇപ്പൊ എനിക്കറിയൂ. നിങ്ങളപ്പോ ഒരുപാട് വിഷയങ്ങൾ മാസത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇത് തികച്ചും അഭിനന്ദനാർഹമാണ്. നമുക്ക് കൂടുതൽ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. സ്ത്രീ അടിച്ചമർത്തുന്ന ആശയങ്ങളുടെയും അതുപോലെ അതിരുകളില്ലാതെ വിടുന്ന ആശയത്തിന്റെയും ഇടയിൽ സമത്വ ചിന്തയോടെ ആദരവും അവകാശങ്ങളും ഏറ്റവും നന്നായി പകർന്നു നൽകുന്ന ഖുർആനിലെ സ്ത്രീ സങ്കല്പത്തെ ഏറ്റവും മനോഹരമായിട്ടും ലളിതമായ ഭാഷയിലും നമുക്ക് വിശദീകരിച്ചെന്ന ഷാക്കിറ സാഹിബക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. സ്ത്രീയെ ഇത്രയേറെ ആദരിക്കുന്ന മറ്റൊരു മതവും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, ഈ ക്ലാസ് ശ്രവിക്കുന്ന ഞാനടങ്ങുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരു മുസ്ലിം സ്ത്രീ അതിൽ അഭിമാനം തോന്നുന്ന ഒരു പ്രഭാഷണമായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ പോലെ നിയമങ്ങളും മറ്റു വിഷയങ്ങളും നമ്മൾ ഈ തുടർന്നുള്ള സെഷനുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ജസാക്കല്ലാ ഹൈറൻ കസീറ ഷാക്കിറ സാഹിബ. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. അമീൻ. അടുത്തതായി ഈ പരിപാടിയിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കൾച്ചറൽ ഫോറം മേഖലാ കോർഡിനേറ്റർ റൂബി സനൂബിനെ ക്ഷണിച്ചോളുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം ഖുർആനിലെ സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തെ കുറിച്ചിട്ട് നല്ലൊരു വിവരണമാണ് നമുക്ക് കിട്ടിയത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, വൈസ് പ്രസിഡന്റ് അഷ്ഫാഖ് സാഹിബ്, സൊസൈറ്റി സെക്രട്ടറി റഹീം സാഹിബ് എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ അവതരണം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ സമിതി അംഗമായ ഷാക്കിറ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന താഹ, അധ്യക്ഷത വഹിച്ച കൾച്ചറൽ ഫോറം മേഖലാ കൺവീനർ സൈല സുവാന എന്നിവർക്കും നന്ദി പറയുന്നു. കൂടാതെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൾച്ചറൽ ഫോറം അംഗങ്ങൾക്കും സംഗമം അയൽക്കൂട്ടം അംഗങ്ങൾക്കും എൻ്റെ പേരിലും കൾച്ചറൽ കോർ ടീം അംഗങ്ങളുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.